By samyama, on the content of one's mind, comes the knowledge of others' mind. Yeah, if you know what is in your mind, and your mind, content of one's mind here means you know what's happening in your mind. Many times you don't even know what's happening in your mind. That's the biggest problem. You have judgment about everybody else. And you have your own self-image. And you are stuck with your self-image and your judgment about others. You will have no chance to know others' mind. But when the mind becomes hollow and empty, becomes like a mirror, you reflect whatever is in others' mind also. Pratyasya parachitta jnanam. It's just normal sanyama, meditation. Your intuitive ability increases to that extent. You are able to know everybody like that. Doesn't take much time. Knowing everybody like that is not their names or where they come from, but what is inside of them. What are they feeling? What are their past? What are their future? It doesn't take me more than few seconds to know a person. 3 seconds, 5 seconds is good enough. Have you noticed me when I go in darshan line, I know everybody. Do I keep my presence of mind? Every single individual I attend. Pratyasya parachitta jnana. When the mind is clear, it's hollow and empty, it just reflects that. I don't put any board, consultations, ask me your questions, 3 questions. No. But why everyone comes to me with questions and ideas? What makes anyone to think that I have answer for those questions? People from around the world come to me with questions and what makes them think? Deep inside, the soul is saying, the being is saying, yes, because this hollow and empty space, you can get the real answer. Pratyasya parachitta jnanam. ഗുരുദേവൻ സംയമയെ കുറിച്ച് പറയുന്നു. ആർക്കും തന്നെ അവനവരുടെ മനസ്സിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അവനവനെ കുറിച്ച് അറിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കാണ്ട് എല്ലാവരും മറ്റുള്ളവരെ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവനവൻ എവിടെ ഇരിക്കുക? ഞാൻ എന്തൊക്കെയോ ആണ് എന്നും പറഞ്ഞിട്ട് സ്വയം നിശ്ചയിച്ചിട്ട് ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ നമുക്ക് ആരെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയണു അദ്ദേഹം, പൊള്ളയും ശൂന്യവുമായിട്ടുള്ള മനസ്സിന് മാത്രമേ അവനവനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മറ്റുള്ളവരെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അവരുടെ പേര്, അവരെവിടുന്ന് വരുന്നു, അതൊന്നുമല്ല. അവരുടെ മനസ്സിലൂടെ എന്തെല്ലാം കടന്നു പോകുന്നുണ്ട്, അവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടം, വരാൻ പോകുന്നത്, ഇതിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഇവിടെ പറയണേ ഗുരുദേവൻ. എന്നിട്ട് ഗുരുജി പറയാണ്, 3-4 സെക്കൻഡ് മതി ഗുരുദേവന് ഓരോ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട്. അധികം സമയമേ വേണ്ട. അത് നമ്മൾ അറിയണ്ട അല്ലേ? നമ്മളൊക്കെ ദർശനത്തിൽ പോയി നിൽക്കുമ്പോൾ, ദർശന സമയത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അദ്ദേഹം എല്ലാവരെയും ശ്രദ്ധിക്കുമല്ലോ. അത് അദ്ദേഹം പറയണേ, ഞാൻ ആരെയെങ്കിലും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടോ? എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആളുകളെല്ലാവരും എൻ്റെ അടുത്ത് വന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്താ കാരണം? ലോകത്ത് സകല ദിക്കുന്ന ആളുകൾ വരുന്നില്ലേ ഗുരുദേവനെ കാണാനായിട്ട്? എന്തുകൊണ്ടാ? അവരുടെ ഉള്ളിലത്തെ ആത്മാവ് പറയണു, ദേ അവിടേക്ക് ചെന്നോളോട്ടോ, അവിടെ ഇരിക്കുന്ന ആ ശക്തിക്ക് എല്ലാം അറിയാം, എല്ലാത്തിനും ഉത്തരം കിട്ടുന്നു. അപ്പൊ നമ്മൾ ആ ഒരു തൃപ്തിയുടെ ഭാവത്തിലാണ് നമുക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള അറിവ് നമ്മളിലേക്ക് വരിക. അതുകൊണ്ടാണ് ഗുരുനാഥൻ എപ്പോഴും പറയുന്നത്, തൃപ്തി വേണം. നമുക്ക് എന്തെല്ലാം ഉണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള തൃപ്തി ഉണ്ടാകണം ജീവിതത്തിൽ ഓരോ നിമിഷവും. ജയ് ഗുരുദേവ്.